അപ്പോൾ അതെ ഇന്നത്തെ നമ്മളെ പരിപാടി ഫ്രോൺസിൻ്റെ ഫ്രണ്ട് നമ്പറായി കണ്ടിട്ടാ. അപ്പോൾ കൂളിങ് ഏകദേശം സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടും അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് നാനോ സെറാമിക് ടിൻ്റ് അടിക്കാൻ വന്ന വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ നമ്മൾ കുറച്ച് മുമ്പ് ഒരു സംഭവം 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു സീറ്റ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ആ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം ആ ഒരു ഫിനിഷ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കണ്ടോ. അതൊരു ബാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മളൊരു റെഡ് വണ്ടീൻ്റെ കളറിന് മാച്ചാക്കാൻ വേണ്ടി റെഡ് സ്റ്റിച്ചിലാണ് ചെയ്തിട്ട് ഡയമണ്ട് കട്ട്. അപ്പോൾ ഒരു ഫിനിഷ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന്. കാരണം ആ ഒരു ക്വാളിറ്റി കണ്ടോ, അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോൺസിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ ഉരി മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ബാക്കിൽ നമുക്ക് റിഫ്ലക്ടർ ആഡ് ചെയ്യുന്നുണ്ട് കണ്ടോ, റിഫ്ലക്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ ഗ്രില്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ഡീക്രോം ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രോൺസിന് ഹോൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹോൺ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ഹോൺ മാറ്റി ഇതാ ഇവിടെ ഒരു ഹോണും കൂടി ഉണ്ട്. ഇതും കൂടി ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഹോണും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നായിടാ 1 ഇയർ വാറൻറ്റി ഉള്ള ഹോണാട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ്. കാരണം റീപ്ലേസ്മെൻറ്റ് പറ്റുള്ള ഹോണൊക്കെ സർവീസും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഒരു വർഷത്തിൽ കംപ്ലയിൻ്റ് ആയാലും നമ്മളത് പുതിയ സാധനം നിങ്ങൾക്ക് മാറ്റി തരും. ഓക്കെ, അങ്ങനത്തെ ഹോണാണ് ഇതിന് വരുന്നത്. ഈ വണ്ടി നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അത് മുമ്പ് സീക്ക് ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളറ്. അപ്പോൾ ഫുള്ളി അപ്ഡേറ്റഡ് വണ്ടിയാണ്. കാരണം സിയാസൊന്നും ഇങ്ങനെ ആദ്യം ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിലവിൽ നമുക്കിപ്പോൾ സീറ്റ് ബെൽറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ടിൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. അപ്പോൾ ഇത് ഏകദേശം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ എല്ലാ പാർട്ടുകളും ഫ്രണ്ട് 1 സൈഡ് അയച്ചിട്ടുണ്ട്, 1 സൈഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ ഏകദേശം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഫ്രണ്ട് റഗാറോ അതുപോലെ ബാക്ക് സ്പാർക്കുമാണ് കേട്ടോ. ഇതിൻ്റെ എയർ സസ്പെൻഷൻ്റെ യൂണിറ്റ് കേട്ടോ കണ്ടോ. അപ്പോൾ ബാക്കത്തെ 2 കുടുക്കി ഫ്രണ്ട് 2 കുടുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സിയാസിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സീറ്റ് ബെൽറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയാനുള്ള ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസ് മുടക്കിയൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ മെയിൻലി ഇതിൻ്റെ എയർ സസ്പെൻഷൻ ഏകദേശം എന്തായാലും 250 വരും അതിൻ്റെ എയർ സസ്പെൻഷന്. അപ്പോൾ അവർ പോവുകയാണ് കണ്ടോ. നല്ല ലുക്കായിട്ടുള്ള വണ്ടിയാണേ. അപ്പോൾ ഇതാണ് അടുത്ത മുതൽ ഈ വണ്ടി നമ്മൾ ഓൾറെഡി എയർ സസ്പെൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഫ്രണ്ട് ലിപ്പ്, ബാക്ക് ഡിഫ്യൂസർ, 4 പിൻ, സൈഡ് സ്പ്ലിറ്റേഴ്സും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് ഡെലിവറി കൂടിയാണ് ഇന്ന് കേട്ടോ. കംപ്ലീറ്റ് വർക്കും ഫിനിഷിലും വേണം നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്കിലത്തെ ഡിഫ്യൂസർ കേട്ടോ, 4 പിൻ. ഇത് ABS ആണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് സ്പ്ലിറ്റേഴ്സ്. ഇത് 1 പീസാണ്. നമുക്ക് സ്വിഫ്റ്റ് സ്പോർട്സ് കിറ്റിന് മാത്രമായിട്ട് വരുന്നൊരു ഐറ്റമാണ്. അതേപോലെ തന്നെ സൈഡിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇതൊരു ഫുൾ ലെങ്ത് ആണ്. പക്ഷെ നമ്മൾ കസ്റ്റമറിന് ഇത് വേണ്ട. അവർക്ക് നമ്മൾ ആ ഒരു ഷോർട്ട് സൈസ് ആക്കിക്കൊണ്ടിരിക്കുക അല്ലേ. രസമുണ്ട് ഇടാ വെച്ചിട്ട്. ബിലാൽ എങ്ങനെയുണ്ട് ഇതോ? സെറ്റ് ചെയ്യില്ല, അതിന് ഞെട്ടി എടുത്തരാം. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മളാ ഒരു സ്പ്ലിറ്റേഴ്സിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടോ. നമ്മൾ സ്പോർട്സ് കിറ്റിൻ്റെ വണ്ടികൾക്ക് മാത്രമേ സ്പ്ലിറ്റർ ഉള്ളൂ. മറ്റുള്ള വണ്ടികൾക്ക് നമുക്ക് യൂണിവേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ ബാക്കിൽ ഇവിടെ വരുന്ന ഡിഫ്യൂസർ ഉണ്ടല്ലോ, അത് ഫിക്സ് ആക്കാനുണ്ട് കേട്ടോ. ബാക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളെ ബാക്ക് ഡിഫ്യൂസറാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് ലെഫ്റ്റ് റൈറ്റ് 2 പീസും കൂടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല ലുക്കാട്ടോ നമ്മൾ സ്വിഫ്റ്റ് ടൈപ്പ് 3 ഒരു സാധനം കൂടെ. പക്ഷേ അത് നമുക്ക് സ്വിഫ്റ്റ് ടൈപ്പ് 3ൻ്റെ സ്പോർട്സ് കിറ്റിന് മാത്രമേ ഈ സാധനം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വേറെ സാധാ നോർമലിനൊന്നും ഇതില്ല കേട്ടോ. ഈ ഒരു മോഡലില്ല ഈ 4 പിന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കൊക്കെ കുടുക്കി സൈഡ് ലിപ്പ് ഇതാക്കിയിട്ടോ അവർ. ഇതാണ് നല്ലതെന്ന് പറഞ്ഞത്. കാരണം സൈഡിൽ ഫുള്ളായിട്ട് ലെങ്ത്ത് ഇഷ്ടമല്ല. അപ്പോൾ ഇത്ര മതി എന്ന് പറഞ്ഞു കേട്ടോ. പൊക്കണ
യൂണിറ്റ് എന്നിട്ട് നമ്മൾ എയർ സസ്പെൻഷനും അതേപോലെ തന്നെ നമ്മളെ ഫോർ സൈഡ് ലിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ലിപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ആണ് കേട്ടോ, നമ്മളെ ജോയിൻറ്റ് ലിപ്പല്ല. പക്ഷേ സൈഡിൽ നമ്മൾ യൂണിവേഴ്സൽ ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഫൈനലി ഇതിൻ്റെ റിയറിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു 4 പിൻ ഡിഫ്യൂസർ കണ്ടോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എയർ സസ്പെൻഷൻ്റെ കൺട്രോൾ യൂണിറ്റ്. ഇതാണ് കംപ്രസർ വരുന്നത്. പിന്നെ ഡുവൽ ടൈപ്പ് ടാങ്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ചെറിയ 2 ടാങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഫൈനലി ഇതാ സെറ്റായിട്ടുണ്ട്. സമയം എന്താ ഏകദേശം പോകാനായിട്ടോ, 6:10. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കാറ് കേട്ടോ. റെഡി 1 ഓക്കെ. ഒരണക്കം വെക്കാൻ മതി. അങ്ങനെ നമ്മളെ വണ്ടിൻ്റെ റിവ്യൂലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. നമ്മൾ സ്പോർട്സ് കിറ്റും ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പ് എലോയ്സ് ഓൾറെഡി വണ്ടിയിൽ ഉണ്ടായിരുന്നു, ആദ്യം മുതലേ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്ത വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലായിട്ട് ഒരു ലിപ്പ് കണ്ടല്ലോ സ്പെക്ടേഴ്സ്, അത് സിംഗിളാണ് കേട്ടോ. അതേപോലെ സൈഡും അതേപോലെ ബാക്കിൽ നമ്മൾ ആ 4 പിൻ ഡിഫ്യൂസറും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഓൾ.